എല്ലാവർക്കും ഒരു ഹായ് പോയി എന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിൻ്റെ എപ്പിസോഡ് 138. എനിക്കറിയാം കുറച്ച് ദിവസമൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് മെയിൻ കാരണം മാർച്ച് മാസമാണ് സ്വാഭാവികമായിട്ടും അമ്പലങ്ങളെ ഉത്സവം മറ്റൊക്കെ കാണും. അതുപോലെ പരീക്ഷ, നമ്മുടെ പിള്ളേർക്കൊക്കെ പരീക്ഷയില്ലേ. ഇനി ഞാൻ കാരണം പഠിപ്പൊന്നും മുടക്കാതിരിക്കണ്ട. പിന്നെ ഞാൻ അവിടെ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ പാലക്കാട് അവിടെ പോയിരുന്നു. അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവിടെ ഉത്സവം വരുന്ന അങ്ങനെ പോയി. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയി കിട്ടിയത്. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോ ഒക്കെ ഇടാം. ഓക്കെ, അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം പിന്നെ തുടങ്ങാൻ പോകുന്നു. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ സ്കൈ ലെവൽ കോമ്പാക്റ്റ് സ്ക്രോൾ അതെടുക്കാൻ നോക്കുവാണ് എല്ലാവരും. ശിവൻ ഒന്നിൻ്റെ പുറകെ പോയി അങ്ങനെ നിരക്കാണ് ചെണ്ടിയാൻ വരുന്നേ. എൻ്റെ മകനെ കൊന്നതിന് പകരമായിട്ട് ഇന്ന് നീ ചാകും, സോൾ ഹാളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും കാര്യമില്ല. ശിവനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി അപ്പോഴുണ്ട് ഇപ്പോൾ മൂടില്ല എന്ന പോലെ പപ്പറ്റിന് വെച്ച് തടഞ്ഞ് അവിടെ നിന്ന് പോയി. പിന്നെ പപ്പറ്റുമായിട്ട് ചെണ്ടിയാൻ ഫൈറ്റ് തുടങ്ങി. ഒരു 1000 ലെവൽ പപ്പറ്റാണ് എന്നുകൊണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അയാളങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു. അതൊരു വഴിക്ക് പോകുമ്പോഴാണ് ശിവൻ അവസാനം ആ സ്ക്രോൾ എടുക്കുന്നത്. അതവൻ്റെ കയ്യിലെത്തി. എന്നാൽ അതിൽ സ്ട്രേഞ്ച് ഫീലായിട്ട് തോന്നി. അത് മനസ്സിലായില്ലേ. ഈ സമയം ചെണ്ടിയാൻ പപ്പറ്റിൽ നിന്ന് എസ്കേപ്പ് ആയി വന്നതുകൊണ്ട് ശിവൻ ബ്ലോക്ക് ആക്കി അവനോട് നീ പപ്പറ്റുള്ളതുകൊണ്ടല്ലേ, അല്ലാതെ 1001 സ്റ്റാർ ഒന്നും എൻ്റെ മുൻപിൽ ഒന്നുമല്ല, പ്രൊവോക്ക് ചെയ്യാൻ നോക്കുകയാണ്. കൊള്ളാലോ, എങ്കിലും ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ പപ്പറ്റിനെ മാറ്റിയിട്ട് ശിവൻ ചെണ്ടിയാനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. വെറും ഒരു 1000 ലെവൽ മാത്രമായിരുന്നില്ല ശിവൻ. അതുകൊണ്ട് തന്നെ അയാൾ കുറച്ച് പാടുപെട്ടു. അവരുടെ ഫൈറ്റിൽ പല സ്കില്ലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ശിവന് നേരെ ഒരുപാട് സോഡ് പോലുള്ള വെച്ച് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുക. അതെല്ലാം റോഡർ ടെക്നിക്ക് യൂസ് ചെയ്ത് തടയാണ്. ആ സമയം അവനായിട്ട് ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സ്പേസ് യൂസ് ചെയ്ത് പോകുന്നെങ്കിൽ എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് ഓടുന്നു. അത് ബ്രാക്കാക്കി സ്പേസിനുള്ളിൽ പോയി അയാൾ അടിക്കുന്നതാണ്. അങ്ങനെ അവസാനം പുറത്തടിച്ചിട്ട് അത് പോരഞ്ഞിട്ട് ഇനിയൊരു ചാൻസ് ഇല്ല, ചോദിച്ച് വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ് അവൻ്റെ 3 സീല് ആ ഫോർമേഷൻ ഒരുമിച്ചാക്കിയിട്ട് അയാൾക്ക് നേരെ വിട്ട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അയാൾ അവിടെ ഡെഡായോ എന്തോ അവിടെ സൈഡായിട്ടുണ്ട്. അങ്ങോട്ട് ബാക്കിയുള്ളവരെത്തി അവരോട് ഈ സ്ക്രോഡ് എനിക്ക് സ്ട്രേഞ്ച് ഫീൽ വരുന്നുണ്ട്, ഇതല്ല സ്കൈ കോമ്പാറ്റ് അത് ആട്ടെ എനിക്ക് എന്ന് പറയുകയാണ്. ഇതിൽ 3 എണ്ണം ഉണ്ട്, അതെടുക്കണോ എന്ന ശിവന് അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. ടൈം ഹോപ്പോൾ അത് 3 പേരുടെ കയ്യിലാകും. പോയി ഇനി വേറെ പ്രശ്നമാക്കട്ടെ. ശിവൻ അപ്പോഴാണ് പറയുന്നത് ഇതൊന്നും സ്കൈ ലെവലല്ല, അത് സോഡ് ഹാളിനും അറിയാം, അതുകൊണ്ടാണ് അവർ വരാതിരുന്നത്. അവർക്ക് വേണ്ടത് ആ ഡൗസിൻ്റെ സ്കെലിട്ടണമാണ്. ഈ സമയം ഓൾഡ് കോസ്റ്റ് ഷാച്ചിങ് ആൾക്കാരും അവിടെ അടുത്തേക്ക് പോകുന്നുണ്ട്. തടയാനായിട്ട് പപ്പറ്റ് അതിനെ എതിർക്കാനായിട്ട് ബാക്കിയുള്ളവരും പറഞ്ഞിട്ട് ഷായ്സിങ് മാത്രമായിട്ട് അടുത്തേക്ക് വരുമ്പോൾ അവിടെയുള്ള ആ ബോക്സ് പോലുള്ള ആ കണ്ട ഗ്രേവിയുണ്ട്, അത് മാറാനും അതിനൊന്നും ഉള്ളിൽ നിന്നും ഒരാളുടെ സ്കെലിട്ടൺ പുറത്തു വന്നു. അതാണ് ആ ഡൗസൈൻ്റെ ലെവലുള്ള ആളുടെ സ്കെലിട്ടൺ. ഇതാണല്ലേ ഡൗസൈൻ്റെ ലെവൽ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് അതിന് ജീവൻ വെച്ചതുപോലെ ഷായ്സിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അപ്പം മാറി പോകുന്നുണ്ട്. എന്നാൽ പിറകെയായിട്ട് തന്നെ അറ്റാക്ക് ഓർക്കണം. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് ഡൗ വെനറേറ്റ് ആയ 1000 ലെവലിൽ എങ്ങനെ പോകുന്നു എന്നതാണ്. കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയതാണല്ലോ ഡൗ വെനറേറ്റ് ലെവല്. അവരൊക്കെ ഒരു ഡൗസൈൻറ്റിൻ്റെ സ്കെൽറ്റൻ്റെ മുൻപിൽ കാണിക്കാൻ പോകുന്നതൊക്കെ കാണും. അങ്ങനെ പോയി സ്പേസിലൂടെയൊക്കെ പോകുന്ന നോക്കി. എന്നാൽ സ്പേസിനുള്ളിൽ കൂടി വരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവൻ ഷോക്കായി. എങ്കിലും മാറി അടുത്തേക്ക് എത്തി. കിട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ബ്ലോക്കായി. എന്ന് മാത്രമല്ല അവൻ്റെ മാസ്കും കുത്തിയിറക്കി, അവൻ്റെ കയ്യിലും കുത്തിയിറക്കി. പിന്നെ അവിടെ തന്നെ മാറുകയാണ്. അവൻ്റെ കൈ കുത്തിറക്കി വന്ന ബ്ലഡ് അത് ഡ്രോപ്പ് ആയത് സ്കെലിട്ടൻ്റെ ബോഡിയിൽ. അതോടെ പിന്നെ റിയാക്ട് ആകുന്നത് പോലെ പവർഫുൾ ആയവർ അത് വരാനായിട്ട് തുടങ്ങി. അത് കണ്ട ഉടനെ ശിവൻ പുറകോട്ട് പോകാനായിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ളവരും അയാളായിട്ട് ഒരു വേവ് അത് പുറത്തോട്ട് അത് വന്ന് തട്ടി ഒരു സ്പോട്ടിൽ ചാരമായിട്ട് പോയി. ഡൗ ആൻസസ്റ്റർ ലെവലുള്ളവരൊക്കെ ഡെഡായി. എന്തിനാ ഡൗ വെനറേറ്റ് ലെവലുള്ളവരും എന്നതൊക്കെ ഓർക്കണം. ബാക്കിയുള്ളവർ കണ്ടിട്ട് ഷീൽഡൊക്കെ വെച്ച് കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ചിലർക്ക് അതിനും കഴിയാതെ വന്നു. ഒരുപാട് പേര് പോന്നു ഒറ്റ വേവിൽ. അങ്ങനെ അത് നിന്ന് ശിവൻ ഈ ഡൗസിൻ്റെ ആളുടെ വേവ് അത് 1000 ലെവൽ പോലും ഇൻസ്റ്റൻ്റായിട്ട് ഡെഡാക്കി. വളരെ ടെറിഫിക് ആയിട്ടുണ്ട്. ഷായ്സിങ്ങിനോട് നീ എന്താണ് കാണിച്ചത് എന്ന് ടാങ്സൻ ചോദിക്കുന്നു. എല്ലാവരും ഇവൻ സോൾ ഹാൾ ഉള്ളവനല്ലേ, ഇവനാണ് കാരണം എന്നൊക്കെ. എന്നാൽ അവനാകട്ടെ നമ്മളെല്ലാം ഈ ഡൂമിനുള്ളിൽ ട്രാപ്പായി, ഇവിടുന്ന് പുറത്തു പോകണം, എൻ്റെ ആൾക്കാർ ഡെഡായി, കൂടെ നിന്നാൽ പെട്ടെന്ന് തന്നെ തീർക്കാം. ഇത് കേട്ട് ശിവൻ നിൻ്റെ ബ്ലഡ് ഡ്രോപ്പ് ആയത് കാരണമാണ് ഇങ്ങനെയല്ല ഉണ്ടായത്. അത് കേട്ട് അപ്പോൾ ഇവനാണ് എല്ലാത്തിനും കാരണമെന്നത് മനസ്സിലായിട്ട് അത് പറയുന്നുണ്ട്. നിനക്ക് വേണ്ടി നമ്മുടെ ലൈഫ് പോലെ നോക്കാനാണോ എന്നൊക്കെ സംസാരമായി. അവന് ദേഷ്യമുണ്ടെങ്കിലും എൻ്റെ തെറ്റാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ആദ്യം ഇവിടുന്ന് പുറത്തു കിടക്കാൻ നോക്കണം. അതിന് ഈ സ്കെലിട്ടനെ ഇല്ലാതാക്കിയാൽ മതി. ഇപ്പോൾ ഉള്ളത് ആ സ്കെലിട്ടൻ്റെ റിമെയിൻസ് പവറാണ്, ആ സോളിൻ്റെ പവർ. അത് തീർന്നാൽ എല്ലാം സോൾവ് ആകും. എന്നാൽ ശിവൻ അപ്പോൾ അങ്ങനെയെങ്കിൽ നീ തന്നെ ആദ്യം പോ. അത് ശരിയാണ് എന്ന് ബാക്കിയുള്ളവർ. ശിവനോട് പിന്നെ കലിപ്പ് തന്നെ. ടാങ്സിൽ ആ വേവ് ഇനിയും വരാം, അപ്പോൾ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയണമെന്നില്ല. അത് കേട്ട് ഇപ്പോൾ നോർമലാണ്, ഇവിടുത്തെ പോകാം എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് പോയി. അവളുടെ ആ സ്കെലിട്ട പിന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. ആർക്കും ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് ശാശിങ്ങി. ഇപ്പോഴാണ് 1000 ലെവലുള്ളവരുടെ മുഖത്ത് ഈ ഫിയർ അത് കാണിക്കുന്നത്. അവർക്ക് റിയാക്ട് ചെയ്യുന്നതിന് മുൻപേ
ആ പോകാൻ നോക്കിയവരെ എല്ലാവരെയും ഇൻസ്റ്റൻ്റായിട്ട് കൊന്നുകളയും. ഒന്ന് ചേലെന്ന് പറയാൻ പോലും കിട്ടിയിരുന്നില്ല, അതിനുമുമ്പേ എല്ലാവരെയും കൊന്നുകളയാണ്. അത് പോരാനിട്ട് അവരുടെ ബ്ലഡ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതെല്ലാം അബ്സോർവ് ചെയ്ത് സ്ട്രെങ്ത് കൂട്ടുകയാണ്. എന്താ നടക്കുന്നതെന്ന് ഷായിസിങ്ങിനോട് എനിക്കെങ്ങനെ അറിയാം എന്താ അവരും ഒരു കാര്യം ഓർത്ത് ചിരി വരുന്നതേ. ടാങ്ജ റെഡിയാകാൻ പറയുന്നുണ്ട്. അടുത്ത അറ്റാക്ക് എപ്പോഴാണോ ഉണ്ടാകാം. അയാൾ ആ ബ്ലഡ് മുഴുവൻ എടുത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ആ സ്കെലിട്ടൻ എന്നത് ഓർക്കണം, പേടിക്കണ്ട, ഇത് സോൾഡർ മീൻസ് ആണ്, ഇത് പെട്ടെന്ന് തന്നെ ഇതാക്കിയാൽ തീരുന്നതേ ഉണ്ടു. എന്നാൽ നീ തന്നെ ആദ്യം ചെറ്റ് ഫൈറ്റ് എന്ന് ശിവയൻ നീയല്ലേ തുടങ്ങി വെച്ചേ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഏറ്റുപിടിച്ച് ശിവയൻ നിന്നെ നോക്കിക്കോ, അവരോട് നമുക്ക് കഴിഞ്ഞിട്ടെങ്കിൽ ആർക്കും പുറത്തു പോകാൻ കഴിയില്ല എന്നത് ഓർക്കണം. സ്വന്തം ലൈഫ് നോക്കിയിരുന്ന പണി കിട്ടും, നീ ചെറ്റ് എന്ന് ഹുവാങ്ഷുവാൻ. ആ സ്കെലട്ടനാകട്ടെ ബ്ലഡ് വെസ്റ്റ് ചെയ്യാൻ പിന്നെ എടുക്കുന്നുണ്ട്. ഷായ്സിങ് നേരെ വന്നു ഒരു വലിയ ഹാൻഡ് ഔട്ട്, എന്നാൽ അതൊരു വിരൽ കൊണ്ട് തന്നെ തടഞ്ഞ് അത് ബ്രേക്കാക്കി എന്നിട്ട് മാറി നിന്ന് ഒരുപാട് പോർട്ടൽ വഴി സോൾവ് ചെയ്യാൻ അത് വിട്ട് അതെല്ലാം മാറി പോകുന്നുണ്ട്. അവസാനം ഒരിടത്ത് ട്രാപ്പായി. എങ്കിൽ കൂടി ആ സ്കെലട്ടൻ്റെ പവറിൽ മുഴുവൻ ഒറ്റയടിക്ക് ബ്രേക്കായി. പിന്നെ സോഡ് കൊണ്ടുവന്നു അത് നിഷ്പ്രയാസം ഇല്ലാതാക്കുകയാണ്. എന്താ നോക്കുന്നത് വാ എന്ന് പറയുകയാണ്. ആ ടൈം നോക്കി സ്കെലട്ടൻ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് മാറി പോവാണ്. ഹുവാങ്ഷു അപ്പോൾ ഐസർവർ വാരി, ബേണിംഗ് ഫ്ലെയിം വാരി, അതുപോലെ ഫാളിംഗ് സ്റ്റാർ ബോഡിയോടും ചേർന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ശിവൻ മനസ്സിൽ അവൻ്റെ സീക്രട്ട് സ്കില്ലേ അത് കണ്ട് അതിശയിച്ച് വേണം. ഇഷ്യ വരാന്ന് പറയുമ്പോൾ വേണ്ട, എൻ്റെ ലൈഫിനെ നോക്കിക്കോളാം, നിങ്ങൾ സേഫായിട്ടിരിക്കും. ഷായ്സിങ് ആകട്ടെ അനങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി എന്തോ ഒരു സ്കിൽ യൂസ് ചെയ്തു. എന്നിട്ട് ഒരു ഗോളം പോയിട്ടുള്ളത് അത് അവനെ നേരെ വിടുകയാണ്. അടുത്തെത്തുന്ന ടൈമിൽ തന്നെ 4 പേരുടെ പവർ ചേർത്തൊരു സ്പേസ് ഉണ്ടാക്കി അതിനുള്ളിലേക്ക് അവർ അത് വിട്ടു. എനിക്ക് കൂടെ അതിൻ്റെ എഫക്റ്റ് അവർ വിചാരിച്ചതിനപ്പുറമായിരുന്നു. ഇത് കുറച്ച് സീനാണ്, നീ ഇനിയും ഡയലോഗ് അടിക്കരുത് എന്ന് പറഞ്ഞ് പിന്നെയും അവർ ഒരുമിച്ച് ചേർന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ശത്രുക്കൾ അങ്ങനെയൊന്നുമില്ല. 5 പേരും ഒരുമിച്ച് ചേർന്ന് ആ ഡൗ സെയിൻറ്റ് അതിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. എന്നാൽ കൂടി 5 ഡൗസനായവരെ സിമ്പിളായിട്ട് തടയുകയാണ് സ്കെൽട്ടൻ. ടാങ്സ് നോക്കുന്നുണ്ട് ഫയർ ഡ്രാഗൺ ഫയർ അത് വെച്ച്, എന്നാൽ അതെല്ലാം തടഞ്ഞു വരുന്നുണ്ട്. ആ ടൈമിൽ ശിവൻ ഷായ്സിങ് കൂടി ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്കിൽ യൂസ് ചെയ്ത് ഒരുപാട് ഗോളം പോലെ അതിൽ നിന്ന് അറ്റാക്ക് പുറത്തുള്ളവർ തടയാൻ പാടുപെടുന്ന ടൈമിൽ അതിൽ നിന്ന് സ്കിപ്പായിട്ട് പോവുകയാണ് ബാക്കിയുള്ളവർ. അങ്ങനെ നിലയ്ക്കാണ് ശിവൻ അവൻ്റെ ഒരു സീക്രട്ട് സ്കിൽ, അതിൻ്റെ പേര് സോൾ ഫുഡ് പ്രിന്റ്, അത് യൂസ് ചെയ്ത് സ്റ്റോപ്പാക്കി എല്ലാവരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞ് വിടുന്നു. അവർ 4 പേരും കൂടാതെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ശിവൻ ആ സ്കെലിട്ടൻ്റെ ബോണിൽ എഴുതിയിരിക്കുന്നത് കണ്ട് ഷോക്കായി പോയി. ഒറ്റ ആള് ആ സ്കെലിട്ടൻ അവരെ എല്ലാവരെയും തടയുകയാണ്. അവസാനം ഒരു പൊട്ടിത്തെറി ഫുള്ള് ഫോഗായി. എല്ലാം കഴിഞ്ഞെന്ന് മനസ്സിലാക്കി ശിവനവൾ ഇപ്പോഴാണ് മനസ്സിലായത് ഷായ്സിങ് വെറുതെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. യഥാർത്ഥ ട്രഷർ ആ സ്കെലിട്ടൻ്റെ ഉള്ളിലല്ല, ആ സ്കെലിട്ടൻ തന്നെയാണ്. എന്നാൽ ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല അവൻ നമ്മുടെ ലക്ഷ്യം ആ സ്കെലിട്ടനല്ല എന്ന് പറഞ്ഞാൽ അതിന് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എന്നാൽ അപ്പോൾ അതിന് പിന്നെ ജീവൻ വെച്ചതുപോലെ ചുറ്റും പവർഫുള്ളായ ഒരു എനർജി അത് വരാനായിട്ട് തുടങ്ങി. അതൊരു സ്കില്ല് യൂസ് ചെയ്യണം. അവിടെ മുഴുവൻ സ്പേസ് ക്രാക്ക് വീഴുകയും വളരെ പവർഫുള്ളായ പവർ വരാനായിട്ട് തുടങ്ങി. എല്ലാവരും പിറകോട്ട് പോകാനായിട്ട് പറഞ്ഞു പോകുന്നു. ക്രിയേറ്റ് സ്കൈ പാം ഓഫ് ക്രിയേഷൻ എന്നൊരു സീക്രട്ട് ടെക്നിക്ക് അത് യൂസ് ചെയ്യണം. അതാണ് സ്കൈ ലെവൽ ടെക്നിക്ക്. ഒരു വലിയ സ്പേസ് ഹോൾ ഉണ്ടാക്കി എല്ലാം വലിച്ചെടുക്കണം. അതിനുള്ളിലേക്ക് പോയി സിയാനെ രക്ഷിച്ച് അവന് വലിച്ചെറിഞ്ഞു. അവ ക്രോസൊക്കെ വിട്ട്, എന്നാൽ അതെല്ലാം സ്പേസിനുള്ളിലേക്ക് പോവുകയാണ്. റോളർസ് വെച്ച് നിർത്തി. എന്നിട്ട് ഇലക്ട്രിക് ബോർഡ് യൂസ് ചെയ്ത് ലൈറ്റിനിങ് ഒക്കെ ഉപയോഗിച്ച് അവ പുറത്തേക്ക് പോവുകയാണ്. അവൻ എത്തിയല്ലോ ആ സ്കെലട്ടൻ ആ സീക്രട്ട് ടെക്നിക്ക് എക്സ്പ്ലോഷനേക്ക് ഒരു മാസീവായ എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടായി. അതിൽ നിന്ന് അകത്തായിട്ടുള്ള ഒരുപാട് പേര് ഡെഡ് ആവുകയാണ്. അപ്പോൾ അവിടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കണക്കെ ബൈ.